പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് തരത്തിലുള്ള അനുസ്മരണങ്ങൾ നടന്നു. എം ടിയെക്കുറിച്ച് ഇതുപോലെ സന്ദർഭത്തിൽ പറയേണ്ട ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ളൊരു ഓർമ്മയാണ് ഇപ്പോൾ എം ടിയെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. കുറേ കാലം മുമ്പ് ഞങ്ങളെല്ലാം ചെറുപ്പക്കാരായിരുന്നൊരു കാലത്ത്, ഒരു 10-40 വർഷം മുമ്പാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ MSP ഓഫീസിൽ ജോലി ചെയ്തിരുന്ന മണമ്പൂർ രാജംബാബുവിനെ ഡിസിപ്ലിൻ എന്നൊരു കഥ എഴുതിയതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ആ സസ്പെൻഷൻ ഉണ്ടായത് മാത്രമല്ല, ആ സസ്പെൻഷൻ പുറത്തു വന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അദ്ദേഹം കുടുംബസമേതം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഈ വാർത്ത കേട്ട് തൃശ്ശൂരിലാണ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് മുല്ലമാഷും അശോകനും ഞാനും എല്ലാം പങ്കെടുത്തിട്ടാണ് തൃശ്ശൂരിലെ എഴുത്തുകാരുടെ ഒരു പ്രതിഷേധ യോഗം ചേർന്നത്. അതിനെ തുടർന്ന് കുറേ പ്രക്ഷോഭ പരിപാടികൾ, എഴുത്തുകാരുടെ ക്യാമ്പയിനുകൾ പലതും നടന്നു. ആ കൂട്ടത്തിൽപ്പെട്ടൊരു സംഗതിയാണ് കോഴിക്കോട് തെരുവിൽ വെച്ചൊരു പൊതുയോഗം നടന്നത്. അതിൽ കോവിലൻ പങ്കെടുത്തു, VKN പങ്കെടുത്തു. MT പറഞ്ഞു, ഞാൻ ഇന്നുവരെ തെരുവിലൊരു യോഗത്തിൽ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഈ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കും. കാരണം ഇത് എഴുത്തുകാരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് MT അവിടെ ആ പൊതുയോഗത്തിൽ പങ്കെടുത്തത്. ആ പൊതുയോഗം വലിയ വാർത്തയായി, വലിയ കുഴക്കം ഉണ്ടാക്കി. MTയും കോവിലനും VKനും അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ എഴുത്തുകാരും പങ്കെടുത്തൊരു മഹായോഗമാണ്. അത് വാസ്തവത്തിൽ ഭരണകൂടത്തെ കിടിലം കൊള്ളിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. സർക്കാർ അത്രയും കാലം ഇത് ശ്രദ്ധിക്കാതിരുന്ന് അവഗണിക്കാൻ ശ്രമിച്ച് മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ഒക്കെ മാറി നിന്ന സർക്കാരിന് നിവൃത്തിയില്ലാതെ വന്നു. അന്ന് വയലാർ രവിയാണ് ആഭ്യന്തരമന്ത്രി. അവസാനം പറഞ്ഞു, ആളെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു എഴുത്തുകാരൻ സാഹിത്യരചനയുടെ പേരിൽ ബലിയാടാക്കപ്പെട്ടൊരു സമയത്ത് തൻ്റെ വലിപ്പങ്ങളും കിരീടങ്ങളും സിംഹാസനങ്ങളും ഒക്കെ മാറ്റിവെച്ച് തെരുവിൽ മറ്റെല്ലാ എഴുത്തുകാരുടെയും കൂടെ നിന്നൊരു എഴുത്തുകാരനെ ആണ് നമ്മളിന്ന് ഓർക്കുന്നത്. MTയുടെ മറക്കാനാവാത്ത ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് കുനിക്കുന്നു.